ഇതാണ് നമ്മൾ ഈ നാടകം അവതരിപ്പിക്കണ സ്ഥലേ. പിന്നെ നമ്മുടെ നമ്മൾ എന്തായാലും ഈ പഞ്ചായത്തിൽ തന്നെ തെരുവ് നാടകം തുടങ്ങണം. കാരണം നമ്മുടെ നാടകം മദ്യത്തിനെതിരെയുള്ള ഇതാണല്ലോ. അടിച്ച് ഫിറ്റായിട്ട് ഒരുത്തം കിടക്കണം നോക്കിയേ. അച്ഛനെ എനിക്ക് തോന്നേ നമ്മുടെ നാടകം പൊളിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് തകർക്കാൻ വേണ്ടിയിട്ടും ആരോ ഒരു കുടിയനെ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നതാണോ തോന്നുന്നത്. അത് ശരിയാ. വേറൊരു കാര്യമുണ്ട്, ഈ നാടകം എന്റെ ഒരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് എന്തായാലും സാധനം കീറും. ആശാന്റെ ഒരു പഴയ സൃഷ്ടിയുണ്ടല്ലോ മലപ്പുറത്ത്, രാജുവോ രഘുവോ, അതിന് കഞ്ഞിയും വെള്ളം വല്ല കൊടുക്കണുണ്ടാ? എടാ ഈ കലയെന്ന് പറയണ അങ്ങനെയാണ്, നമ്മൾ വികസിപ്പിച്ചെടുക്കണം ഈ സാധനം. കല മാത്രമേ വികസിപ്പിക്കാവുള്ളൂ കേട്ടോ. ഞാൻ കാര്യം എന്റെ ഒരു പുതിയ സൃഷ്ടി ആയതുകൊണ്ട് നമ്മൾ ഈ മദ്യപനത്തിനെതിരെ ഉള്ള സംഭവമാണല്ലോ ഈ കാണിക്കുന്നത്. ആശാനെ പിന്നെ എത്ര വർഷമായി ആശാൻ ഈ നാടാൻ തുടങ്ങിയിട്ട്? 10-15 വർഷമായി. ഇത്രയും വർഷമായിട്ട് ആശാൻ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റിയിട്ടുണ്ടോ? നീ വന്ന് നമ്മൾ എന്താ കളിക്കണത്? തെരുവ് നാടകം. എവിടെയാ കളിക്കണത്? പിന്നെ എന്തിനാണ് 10 സെന്റ് സ്ഥലം? മദ്യത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള തെരുവ് നാടകമാണ് എന്റെ സൃഷ്ടിയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ മോനേട്ടാ നമ്മൾ എന്നതാ കളിക്കുന്നേ? തെരുവ് നാടകം. തെരുവ് നാടകം. അപ്പൊ ആ സ്റ്റൈല് വിളിച്ചാലേ അവൻ എഴുന്നേക്കുള്ളൂ. എന്നെ മാളാരം എന്തിനാ നമ്മളെ ചമ്മിക്കാണോ? നിങ്ങളൊക്കെ ആരാടാ? നാടകക്കാരാണ് ഞങ്ങള്, തെരുവ് നാടകമാ. മദ്യം കഴിക്കാതെ നിങ്ങൾ മുട്ടയും പാലും കഴിക്കേ. തെരുവ് നാടകമാ. മദ്യം കഴിക്കാതെ നിങ്ങൾ മുട്ടയും പാലും കഴിക്കേ. ഇവൻ കമോൺ എവരിബഡി എന്നും പറഞ്ഞ് നമ്മൾ റിഹേഴ്സൽ കളിച്ച പോലെ ശരിയാവില്ല കേട്ടോ. സ്റ്റേജ് നല്ല തട്ടേ കളിക്കുമ്പോൾ പഞ്ചായത്തിലെ ആൾക്കാർ വരുമ്പോൾ